ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. 6 ദിവസത്തെ കണ്ടിന്യൂസ് റൈസിന് ശേഷം അമേരിക്കയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. S&Pയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്നലെയും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തതിന് ശേഷം പ്രോഫിറ്റ് ബുക്കിങ്ങിൽ താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സിമിലർ സിറ്റുവേഷൻ തന്നെയാണ് നാസ്ഡാക്കിനുള്ളത്. ഇന്നലെ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം പ്രോഫിറ്റ് ബുക്കിങ്ങിൽ സ്ലൈറ്റ്ലി താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡൗ ജോൺസ് ഇൻഡെക്സും റസൽ 2000 ഇന്നലെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ബ്രോഡ്കോം, എൻവിഡിയ, AMD, ഒറാക്കിൾ ഈ സ്റ്റോക്കുകൾ ഇന്നലെ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് പ്രോഫിറ്റ് ബുക്കിങ്ങിൽ താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് മെറ്റാ പ്ലാറ്റ്ഫോം, മൈക്രോസോഫ്റ്റ് ഈ 2 കമ്പനികളുടെ Q2 റിസൾട്ടുകൾ വരുന്നുണ്ട്. ഈ റിസൾട്ടുകൾക്ക് അനുസരിച്ചുള്ളൊരു മൂവ്മെൻ്റ് ആണ് നമ്മൾ ഈ സ്റ്റോക്കുകളിലും അതുപോലെ തന്നെ ടെക്നോളജി സ്റ്റോക്കുകളിലും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ US ഫെഡിൻ്റെ ഡിസിഷൻ ഇന്ന് വരികയാണ്. ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. മറിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള തീരുമാനം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൽ അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കാം. അതേസമയം ജെറോം പവലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഒപ്പം നമ്മൾ മറ്റ് മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ ഇന്നലെ നോക്കുകയാണെങ്കിൽ യൂറോപ്പ് ബെറ്റർ ആയിരുന്നു. ഏഷ്യയിൽ ജാപ്പനീസ് മാർക്കറ്റുകൾ ഒഴികെ മറ്റെല്ലാ മാർക്കറ്റുകളും ബെറ്റർ ആയിരുന്നു. ഇന്ന് മോർണിംഗിൽ ജാപ്പനീസ് മാർക്കറ്റുകൾ ഫ്ലാറ്റാണ്. അതേസമയം ചൈന, ഹോങ്കോങ്, കൊറിയൻ മാർക്കറ്റുകൾ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി സപ്പോർട്ട് ലെവലിൽ നിന്ന് വലിയ രീതിയിലാണ് റിക്കവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു വോളാറ്റിലിറ്റിയാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇന്ത്യൻ ഇമ്പോർട്ടിന്മേൽ 20-25% താരിഫ് ഇമ്പോസ് ചെയ്യുന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത് വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസൊന്നും തന്നെയല്ല. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് ഫൈനൽ റേറ്റ് അല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ എന്തായിരിക്കും എന്നുള്ള കാര്യമൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. ഒപ്പം കമ്മോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. $3,330 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കോപ്പർ ഇന്ന് ബെറ്റർ ആയിട്ടാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. ബ്രൻഡ് ക്രൂഡ് ഓയിലും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റ് കമ്മോഡിറ്റികളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ഇന്ന് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ന്യൂസ് ഫ്ലോസ് അതുപോലെ തന്നെ Q1 റിസൾട്ടുകളാണ് മേജർ ഇവൻറ്റുകളായിട്ട് മുന്നിലുള്ളത്. അതോടൊപ്പം തന്നെ ഫ്രാക്ഷണൽ ട്രേഡിങ് ഇന്ത്യയിൽ ഒരുപക്ഷെ അനുവദിക്കാനുള്ള സാധ്യതകളുണ്ട്. സെബി അത്തരത്തിൽ ഡിസ്കഷൻ ആരംഭിച്ചു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ അടുത്ത മാസങ്ങളിൽ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റുകളൊക്കെ വന്നേക്കാം. അപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ന്യൂസാണ്. ഫ്രാക്ഷൻസ് ആയിട്ട് വലിയ പ്രൈസുള്ള സ്റ്റോക്കുകളൊക്കെ വാങ്ങാനായിട്ട് സാധിക്കും. ഒപ്പം ഫോർച്യൂൺ 500 കമ്പനികളിൽ റിലയൻസിൻ്റെ പൊസിഷൻ 88 500 ഫോർച്യൂൺ 500 കമ്പനികളിൽ. അതോടൊപ്പം തന്നെ അംബാനി ഫാമിലി ജിയോ ഫൈനാൻഷ്യൽ സർവീസസിൽ ഒരു സ്റ്റേക്ക് കൂട്ടാണ്. ഇപ്പം 47.13% ഹോൾഡ് ചെയ്യുന്നത്. അത് 51% ആക്കുകയാണ്. പ്രിഫറൻഷ്യൽ അലോട്ട്മെൻറ്റ് ഡിസിഷൻ ഏതു ദിവസം വന്നേക്കാം. 320-325 രൂപ പെർ ഷെയർ ആണ് ഈ അലോട്ട്മെൻറ്റ് വരുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ജിയോ ഫൈനാൻഷ്യൽ സർവീസ് തന്നെയാണ് അടുത്ത വർഷങ്ങളിൽ വലിയ രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ള ഫിനാൻഷ്യൽ സർവീസസ് സ്റ്റോക്ക്. ടാറ്റ മോട്ടോഴ്സ് ഇറ്റലിയിൽ നിന്നുള്ള ഇവേക്കോ ട്രക്ക് മാനുഫാക്ചററുടെ ടേക്ക് ഓവർ ചെയ്യുന്ന ഓൾമോസ്റ്റ് ഷുവറാണ്. ഇന്ന് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വരുന്നതാണ് പറയുന്നത്. ആക്സിക്കേറ്റ് ടെക്നോളജീസ് ഡിഫൻസ് കമ്പനിയാണ്. ധാരാളം ഓർഡേഴ്സ് ബാഗ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. വിർട്ടോസ് ഓപ്റ്റോ ഇലക്ട്രോണിക്സ് 2022 IPO വന്നൊരു കമ്പനിയാണ്. AC ഫ്രിഡ്ജ് കംപ്രസർ മാനുഫാക്ചറാണ്. കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലോങ് റണ്ണിൽ പോസിറ്റീവാണ് ഈ കമ്പനീനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. IPO വന്ന റേറ്റ് 56 രൂപയായിരുന്നു. വലിയ രീതിയിൽ അപ്രീസിയേഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ലോങ് റണ്ണിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഈ കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടി എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കാരണം ഇന്ത്യയിൽ കംപ്രസർ ഷോർട്ടേജ് ഉള്ളൊരു രാജ്യമാണ്. ഒപ്പം നമ്മൾ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ടാർഗറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ മാരുതി 14,240 ആക്കി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഏഷ്യൻ പെയിൻറ്റ്സ് 2,500. അതുപോലെ തന്നെ ഏഥർ എനർജീസ് 458. ഈ റേറ്റിലേക്കൊക്കെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കുകളുടെ ടാർഗറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ആദിത്യ ഇൻഫോടെക് ലിമിറ്റഡ് നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന ഒരു സ്റ്റോക്ക് IPO ആണ്. ഇന്നലെ ഓപ്പൺ ചെയ്തിരുന്നു. 2.17 ടൈംസ് ഓവർ സബ്സ്ക്രൈബഡ് ആണ്. ഇന്നലെ തന്നെ നല്ലൊരു IPO ആണ്. ലോങ് റണ്ണിലേക്ക് ഇന്ന് 2 IPOs കൂടി ഓപ്പൺ ആവുകയാണ്. ശ്രീ ലോട്ടസ് ഡെവലപ്പേഴ്സ് ആൻഡ് റിയൽറ്റി ലിമിറ്റഡ് എക്സലൻറ്റ് കമ്പനിയാണ്. റിയൽ എസ്റ്റേറ്റ് രംഗത്തു നിന്നുള്ളൊരു കമ്പനിയാണ്. 150 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ്. അതോടൊപ്പം തന്നെ NSDLും ഇന്ന് IPO ഓപ്പൺ ആവുകയാണ്. അപ്പോൾ IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ഈ 3 IPOസും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ള 2 SME IPOs നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന IPOs ആണ്.
ശ്രീ റെഫ്രിജറേഷൻ ലിമിറ്റഡ് 187.55 ടൈംസ് ഓവർ സബ്സ്ക്രൈബഡ് ആണ്. അതോടൊപ്പം തന്നെ പട്ടേൽ കെം സ്പെഷ്യാലിറ്റീസ് ലിമിറ്റഡ് 167.32 ടൈംസ് ഓവർ സബ്സ്ക്രൈബഡ് ആണ്. ഈ രണ്ട് IPOസും ലിസ്റ്റിംഗ് ഗെയിനോട് കൂടിയിട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മുമ്പ് സജസ്റ്റ് ചെയ്തിരുന്ന GNG ഇലക്ട്രോണിക്സ് ഇന്ന് ലിസ്റ്റ് ചെയ്യാണ്. നല്ല ലിസ്റ്റിംഗ് ഗെയിനോട് കൂടി ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. തീർച്ചയായിട്ടും ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒരു മൈനർ വൊളാറ്റിലിറ്റി ഒക്കെ ഇന്ത്യൻ മാർക്കറ്റ് ഉണ്ടാക്കിയേക്കാം. അതോടൊപ്പം തന്നെ Q1 റിസൾട്ടുകൾ ഇന്ന് വരുന്ന Q1 റിസൾട്ടുകൾക്ക് അനുസരിച്ചിട്ടുള്ളൊരു മൂവ്മെൻറ്റും കൂടി നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.